ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പം പല സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിലെ സെയിൽസ് കമ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്ന ടോപ്പ് 14 സബ്ഫോമീറ്റർ വാഹനങ്ങളുടെ സെയിൽസാണ് വന്നിരിക്കുന്ന SUVs. ഓക്കെ, എന്തായാലും ഇവിടെ 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ജിംനിയാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 261 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 385 വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞതിന് മുന്നത്തെ മാസം, അതായത് ഫെബ്രുവരിയിൽ ഇതിന് ലഭിച്ചിരുന്നത്. 124 വാഹനങ്ങളുടെ വ്യത്യാസം 32.21% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ജിംനിയുടെ സെയിൽ ഓൾറെഡി കുറവായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞെന്ന് പറയാം. ശരിപ്പോൾ ഓരോ മാസം ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ജിംനിക്ക് അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സെയിലൊന്നും കിട്ടാറില്ലോ. ഈ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണെങ്കിലും നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജിംനിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ ഏകദേശം ഇതുപോലെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഇനി അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം റെനോ കൈഗർ ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 762 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. പക്ഷേ ഫെബ്രുവരിയിൽ 433 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 329 വാഹനങ്ങളുടെ വ്യത്യാസം 75.98% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത് അത്യാവശ്യം നല്ല ഹൈ ഗ്രോത്ത് റേറ്റ് ആണ്. ഇൻഫാക്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് മന്ത്ലി ഗ്രോത്ത് റേറ്റ് ഉള്ള വാഹനം ഇത് തന്നെയാണ്. പക്ഷേ അതൊക്കെ ലോ വോളിയം സെയിൽസ് ഉള്ള വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ചെറിയ സെയിൽസിൻ്റെ വേരിയേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് റേറ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നോക്കുകയാണെങ്കിൽ അത് മാഗ്നൈറ്റ് ആണ്. മാഗ്നൈറ്റിന് കൈഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി നല്ല റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഫേസ് ലിഫ്റ്റും വന്നായിരുന്നു, അതിൻ്റെയും കൂടെ ആയിരിക്കും. അവർ ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ ഇൻറ്റീരിയറിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്തു. കഴിഞ്ഞ മാസം 2484 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഫെബ്രുവരി മാസത്തിൽ 2328 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. 156 വാഹനങ്ങളുടെ വ്യത്യാസം 6.7% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ ഗ്രോത്ത് റേറ്റ് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും സെയിൽ വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കുറ്റവും പറയാൻ പറ്റില്ല. ഇനിയിപ്പം അടുത്ത വർഷം ഇവരുടെ 2 വാഹനങ്ങൾ പുതിയ SUVs വരുന്നുണ്ട്. അതപ്പം മിക്കവാറും സെയിൽ തിരിച്ചു പിടിക്കുമായിരിക്കും. ഇനി അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ടൈസർ എന്ന് പറഞ്ഞ വളരെ വലിയ പേരുള്ള ഫ്രോങ്സിൻ്റെ റീബാസ്റ്റ് വാഹനമാണ്. ഇതിന് കഴിഞ്ഞ മാസം 3468 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഫെബ്രുവരി മാസത്തിൽ 3604 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അഗെയിൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. 136 വാഹനങ്ങളുടെ വ്യത്യാസം 3.77% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് വലിയ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നുമല്ല. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയാണത്. അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ടൊയോട്ട അല്ലല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സുസുക്കി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കല്ലേ. ഇനി 10th 9th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടികളുടെ കേസ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. 10th പൊസിഷനിൽ നമ്മുടെ കിയയുടെ സെറോസ് ആണ്. കഴിഞ്ഞ മാസം 5015 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഫെബ്രുവരിയിൽ പറഞ്ഞു വരുമ്പം 5425 വാഹനങ്ങളുടെ സെയിലൊക്കെ കിട്ടിയതായിരുന്നു. 410 വാഹനങ്ങളുടെ വ്യത്യാസം 7.56% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു വരുമ്പോൾ വലിയ കുഴപ്പമില്ല. സെയിൽസ് വളരെ കൺസിസ്റ്റൻ്റ് അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു 5000 റേഞ്ചിലൊക്കെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് അവരൊരു പ്രീമിയം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇറക്കിയതാണ് സെറോസിൻ്റെ. മാത്രമല്ല കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു, കംഫർട്ട് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അവർ ഈ സെഗ്മെൻറ്റിൽ അധികം ആരും കൊടുക്കാത്തൊക്കെ ഇതിനകത്ത് കൊടുത്തു. പക്ഷേ എന്നിട്ടും നമ്മുടെ സ്കോഡ ഈ അടുത്തിറക്കിയ സബ്ഫോമീറ്റർ SUV, അതായത് കൈലാക്ക്, നമുക്കറിയാം അതാണ് 9th പൊസിഷനിൽ നമ്മുടെ സെറോസിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം സോണറ്റിൻ്റെ സെയിൽ കൈലാക്കിലൊക്കെ കൂടുതലാണ്. ബട്ട് സ്റ്റിൽ കൈലാക്ക് എന്തായാലും സെറോസിൻ്റെ സെയിൽസിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 5327 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് ലഭിച്ചത്. ഫെബ്രുവരി മാസത്തിൽ 3636 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1691 വാഹനങ്ങളുടെ വ്യത്യാസം 46.51% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൈലാക്ക് തന്നെയാണ്. കൈലാക്കിൻ്റെ മന്ത്ലി സെയിൽസ് അത്യാവശ്യം നന്നായിട്ട് കൂടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡും കൂടുന്നുണ്ട്. ഏകദേശം 5 മാസത്തിനടുത്ത് ഇപ്പോൾ തന്നെ കൈലാക്കിന് വെയിറ്റിംഗ് പീരീഡ് വന്നിട്ടുണ്ട്. സോ സ്കോഡയ്ക്ക് അങ്ങനെ ഫൈനലി നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വാഹനം മാസ് പ്രൊഡക്ഷന് വേണ്ടി ഇന്ത്യയിൽ കിട്ടി എന്ന് പറയാം. ഇനി അടുത്ത വാഹനം നമ്മുടെ ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. 8th പൊസിഷനിൽ നിൽക്കുന്നത്. ഇതിന് 5901 വാഹനങ്ങളുടെ സെയിൽസാണ് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 5361 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. 540 വാഹനങ്ങളുടെ വ്യത്യാസവും 10.07% ഗ്രോത്ത് റേറ്റും ഉണ്ട്. എഗെയിൻ മിക്ക മാസങ്ങളിൽ ഏകദേശം ഈ റേഞ്ച് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അതിന് നമ്മുടെ പഞ്ചിൻ്റെയൊക്കെ സെയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ തൊട്ട് സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും 8000-ന് ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ പതുക്കെ കുറച്ച് കുറഞ്ഞു വന്നു എന്നല്ലാണ്ട് അങ്ങനെ കൂടി വരാറൊന്നുമില്ല. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV3X ആണ്. ഈ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ട് മെയിനായിട്ട് സെയിൽ കൂടിയ വണ്ടിയാണ്. കഴിഞ്ഞ മാസം 7055 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഫെബ്രുവരിയിൽ 7861 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. അതായത് 806 വാഹനങ്ങളുടെ വ്യത്യാസവും 10.25% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ബട്ട് സ്റ്റിൽ 7000 അങ്ങനെ പറഞ്ഞു വരുമ്പം അത്ര മോശം സെയിലൊന്നും അല്ല. പണ്ട് 3WAയ്ക്ക് 5000-ന് മുകളിൽ പോകാറില്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എന്തായാലും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണല്ലോ. ഇനി
അടുത്ത നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്നതാണ് കിയയുടെ സോണറ്റ് പക്ഷേ മിക്ക മാസങ്ങളിലും വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പെർഫോം ചെയ്യാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നത്തെ മാസം വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ മാസം 7705 ഫെബ്രുവരി മാസത്തിൽ 7598 ഒക്കെ ഉണ്ട്. ആകെ 107 വാഹനങ്ങളുടെ വ്യത്യാസം, 1.41% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉള്ളൂ. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പക്ഷേ അതേസമയം നമ്മൾ ഒരു 2-3 മാസം മുന്നത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം സെയിൽസ് 5000-ലേക്കോ അല്ലെങ്കിൽ 4000-ലേക്കൊക്കെ പോകും. അതിന് പകരം സെൽട്ടോസിന് ആ സമയത്ത് ചിലപ്പോൾ സെയിൽ കൂടുതലായിരിക്കും. സോ കിയ ഇങ്ങനെ ഇടയ്ക്ക് സോണറ്റിൻ്റെ സെയിൽ കൂട്ടി സെൽട്ടോസ് കുറച്ച്, പിന്നെ സെൽട്ടോസ് കുറച്ച് സോണറ്റ് കൂട്ടി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകാറുള്ളത്. അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി വെന്യൂ ആണ്. ഈ വണ്ടിക്ക് 2022 കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും സെയിൽസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം 10441 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഫെബ്രുവരിയിൽ 10125 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതാണ്. 316 വാഹനങ്ങളുടെ വ്യത്യാസവും 3.12% ഗ്രോത്ത് റേറ്റുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. ഹ്യുണ്ടായി ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിൽ ഇപ്പോൾ ആക്ച്വലി ഫേസ് ലിഫ്റ്റ് അല്ല, ഒരു പുതിയ ജനറേഷൻ എന്നാണ് പറയുന്നത്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോഴേക്കും ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റും ആവും. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 13669 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. പക്ഷേ ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ 21461 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയതാണ്. പെട്ടെന്ന് അങ്ങനെ ഇത്രയും വ്യത്യാസം വന്നെന്നറിയില്ല. 7792 വാഹനങ്ങളുടെ വ്യത്യാസവും 36.31% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വാഹനം ഇതാണ്. അതും ലോ വോളിയം സെയിൽസിലല്ല. ഇത്രയും ഹൈ വോളിയം സെയിൽസിൽ ഇങ്ങനെ വലിയൊരു ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കണക്കായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. പൊതുവെ ഇങ്ങനത്തെ ഒരു വ്യത്യാസം വരാറില്ല. ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വല്ലതും ആയിരിക്കാം. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടാറ്റയുടെ നെക്സോൺ ആണ്. നെക്സോണിൻ്റെ ഇലക്ട്രിക്കും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കഴിഞ്ഞ മാസം 16366 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഫെബ്രുവരി മാസത്തിൽ 15349 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 1017 വാഹനങ്ങളുടെ വ്യത്യാസവും 6.63% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. കൂടുതലൊന്നും പറയാനില്ല, അത്യാവശ്യം നല്ല സെയിൽ തന്നെ നെക്സോണിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 2024 ഇതിൽ കിട്ടിക്കൊണ്ടിരുന്ന സെയിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെയാണ് ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം. സംഭവം നമ്മുടെ ബ്രസയാണ്. ഇതിന് 2022 കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സെയിൽസ് വളരെ കൺസിസ്റ്റൻ്റ് ആണ്. കഴിഞ്ഞ മാസം 16546 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിൽ 15392 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയിട്ടുണ്ട്. ഈ നെക്സോണും ബ്രസ എപ്പോഴും സെയിൽസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷനാണ്. ചില മാസങ്ങളിൽ നെക്സോൺ ബ്രസ ഓവർടേക്കും, ചില മാസങ്ങളിൽ നേരെ തിരിച്ചുമായിരിക്കും. എന്തായാലും ഇവിടെ ഇപ്പം 1154 വാഹനങ്ങളുടെ വ്യത്യാസവും 7.5% ഗ്രോത്ത് റേറ്റുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സപ്പോമീറ്റർ കാറ്റഗറിയിൽ നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് SUV ആയിട്ട് പറയാൻ പറ്റുന്നത് ടാറ്റ പഞ്ചാണ്. കഴിഞ്ഞ മാസം 17714 വാഹനങ്ങളുടെ സെയിലാണ് ഇതിൽ ലഭിച്ചത്. ഫെബ്രുവരി മാസത്തിൽ കുറച്ച് കുറവായിരുന്നു. 2025 14559 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3155 വാഹനങ്ങളുടെ വ്യത്യാസവും 21.67% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വാഹനം ഇത് തന്നെയാണ്. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സപ്പോമീറ്റർ വാഹനങ്ങളുടെ വീഡിയോ SUVസിൻ്റെ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വല്ലതും വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.